Welcome to Thasni's kitchen. ഹായ് everyone, അസ്സാം വലൈക്കും. റമദാനിലെ ജോലിഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ അതിൽ തൊട്ട് മുന്നേയുള്ള ഫസ്റ്റും സെക്കൻഡും പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന കുറേ ടിപ്സ് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് റമദാനിൽ മാത്രമല്ല, ചെറിയ മക്കളുള്ളവർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാലി ബോട്ടിലുകളൊക്കെ ഒന്ന് നിറച്ച് വെക്കാം. മസാലപ്പൊടികളൊക്കെ തീരാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിറച്ച് വെക്കുക. അതുപോലെ തന്നെ പൊടിക്കാനുള്ള മസാലകളൊക്കെ ഉണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ച് റെഡിയാക്കി വെക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗരം മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇറച്ചി കറികളിൽ അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമ, വെജിറ്റബിൾ കറികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗരം മസാലപ്പൊടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് വലിയ ജീരകം 25 ഗ്രാം, ഏലക്കായ 10 ഗ്രാം, ഗ്രാമ്പു, പട്ട അതെല്ലാം 10 ഗ്രാം, ഇത് പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഇത് മൂന്നും 10 ഗ്രാം വീതം എടുത്തിട്ട് വലിയ ജീരകം 25 ഗ്രാമുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കപ്പളവിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റേഷ്യോയിൽ എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ അളന്നെടുത്തിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന്. അപ്പോൾ ബിരിയാണി മസാല അല്ല കേട്ടോ, ഇത് ഗരം മസാലയാണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതെല്ലാവിധ കറികളിലേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഗരം മസാല, ബിരിയാണി മസാല, കുരുമുളക് പൊടി ഈ വക കാര്യങ്ങളൊക്കെ ഗ്ലാസ് ബോട്ടിലുകളിലാണ് സൂക്ഷിക്കാൻ നല്ലത്. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗരം മസാലയാണ് കേട്ടോ. ഈ ഒരു അളവിലൊന്ന് റെഡിയാക്കി എടുത്ത് നോക്കുക. ഇനി ഒരു മാജിക് മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മാജിക് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഗരം മസാല, ആ ഗരം മസാലയിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം ഓഫാണ്. ബാക്കി നമ്മൾ ചൂടാക്കി എടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്ത് ഇതങ്ങ് റോസ്റ്റ് ചെയ്ത് ഇത് ആകെ അങ്ങ് കരിയിച്ച് കളയരുത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചട്ടിയുടെ ചൂടിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബോട്ടിലും ഇങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊന്നും നമുക്ക് ഇറച്ചിക്കറികളൊന്നും റെഡിയാക്കി എടുക്കുന്ന സമയത്ത് തുറക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ ബോട്ടിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വീതം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഷുഗർ കുറച്ച് പൊടിച്ച് വെക്കാം. ഷുഗർ പൊടിച്ച് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടൻ ചായ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ചായയിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വേഗം അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ വേറെ ജ്യൂസ് കാര്യങ്ങൾക്കൊക്കെ നമുക്കിതുപോലെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഇത് നമുക്ക് തരിക്കഞ്ഞിയിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്ക് അല്പം ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ആ രീതിയിലാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളവും 2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ ഓരോ കപ്പേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാനിതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങാ വെള്ളം ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പൊട്ടറ്റോ ഒക്കെ കുറച്ചധികം തന്നെ ബോയിൽ ചെയ്ത് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് നല്ലൊരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാക്സിൻ്റെ ജോലികളൊക്കെ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ സവാളയൊക്കെ നമ്മൾ നേരത്തെ തന്നെ തൊലിച്ച് കുറച്ചധികം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒട്ടുമിക്ക ദിവസങ്ങളും നമുക്ക് ആവശ്യം വരുന്ന ഒന്നാണ് ഈ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇറച്ചിക്കറികളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ചധികം വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലേക്ക് അല്പം വലിയ ജീരകവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും തേങ്ങയും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ മാജിക് മസാല അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് നല്ല ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നല്ല തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ തേങ്ങ വറുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ രീതിയിലാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ളതും സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ.
ഇത് നമ്മളിവിടെ നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ നല്ല ചൂടാറി ആ ഒരു ക്രിസ്പ് പോകുന്നതിന് മുമ്പ് തന്നെ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എത്ര ടേബിൾ സ്പൂണാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ടേബിൾ സ്പൂൺ കറിയിലേക്ക് ഒന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വളരെ ഈസിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം തന്നെ ചെയ്തതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. കുറേ കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിലല്ല താഴെയാണ് വെക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കറികളിലേക്കും വേണ്ടുന്ന മസാല, അതുപോലെ തന്നെ സ്നാക്സ്, അതുപോലെ ബിരിയാണി ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാല നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടും കറിക്ക്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള വളരെ തിന്നായി അരിഞ്ഞത് ചേർത്ത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ ബിസ്ത റെഡിയാക്കി എടുക്കാറില്ല, ആ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ബിസ്ത ഞാൻ വേറെ രീതിയിൽ റെഡിയാക്കി എടുക്കുന്നതും കാണിച്ചിട്ടുണ്ട്, ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ബിസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കത് കൈ വെച്ച് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അത് നല്ല തണുക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം, എങ്കിൽ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ്സോടുകൂടി തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതാകെ കുഴഞ്ഞു പോകും. അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കാം. ഇനി ചൂടുകട്ടിയുള്ള ആ ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ബിസ്ത റെഡിയാക്കി എടുത്തിട്ടുള്ള ആ സെയിം ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു 4 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി സോഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള മാജിക് മസാല അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ ടൊമാറ്റോ അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ അരച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഇറച്ചിക്കറി, ബീഫ്, ചിക്കൻ, മട്ടൻ ഇതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുള്ള മസാലയിലേക്ക് ഞാനൊരു 1/2 ലെമണിൻ്റെ പീസ് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ത അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കി നമുക്ക് മല്ലിയില, പുതിനയില അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു ചെറിയ പാർട്ട് എടുത്തിട്ട് അപ്പോൾ നല്ല ചൂടാറിയ സമയത്ത് നല്ല തിക്കായി വന്നിട്ടുണ്ട് മസാല. ഇനി ഇത് നമുക്ക് വേണ്ട രീതിയിൽ സ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സിബ്ലോക്ക് കവറിലാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഓരോ ദിവസം എത്ര വേണ്ടി വരുമെന്ന് വെച്ചെങ്കിൽ ആ അളവിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോക്സിലേക്കും മാറ്റിയിട്ടുണ്ട്. അതും ഞാനിതുപോലെ 6 പാർട്ടായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ്. അപ്പോൾ ഫ്രീസറിൽ കൊള്ളുന്ന രീതിയിൽ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മൾ അടയാളമിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോ സിബ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ ഫോയിൽ പേപ്പറിലോ പൊതിഞ്ഞെടുത്ത് വെക്കാം. പിന്നെ നമുക്ക് എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വറവിടൽ കറികളിലേക്കൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി സാധാ പച്ച ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി ഇത് നമുക്ക് നല്ല തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ജാറിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കറികളിലേക്കൊക്കെ ആവശ്യത്തിന് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ നേരത്തെ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം എടുത്ത് ഇതൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ അടുക്കളയിലുള്ള പണികളെല്ലാം തീർക്കുകയും ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സമയം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് മുന്നേയുള്ള പാർട്ട് 1ഉം പാർട്ട് 2 ഒന്നും കാണാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പാർട്ട് 4 ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്